ഒരു കുടുംബം അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അവർ വിജാതീയരാണ്. അവരെ കുടുംബം ഭാര്യ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഭാര്യയും ഭാര്യയുടെ അമ്മയും അനിയത്തിയും ചേച്ചിക്കും വന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കല്യാണം കഴിച്ചു. അതിന് ഈ പയ്യൻ ഭർത്താവ് ഇവിടെ വരാൻ തുടങ്ങി. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ പ്രാർത്ഥിച്ചു. അവൻ കൊച്ചു ജനിച്ചു. കൊച്ചും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഞായറാഴ്ച ദിവസം കൊച്ച് പഠിക്കുക പോലും പഠിക്കില്ല. ബാക്കി എല്ലാ ദിവസവും പഠിക്കും. ഞായറാഴ്ച അവൾ കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കും, അല്ലേ, വേദപാഠം പഠിക്കും. അവൾ പല വിധത്തിലുള്ള അപകടങ്ങളിലൂടെ പോയിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് ലൈറ്റ് ഇടുന്നത് അതിൽ നിന്ന് കറണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൊച്ചിന് ഇതുവരെ ഒരു ആപത്തോ അനർത്ഥോ സംഭവിച്ചിട്ടില്ല. വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം. അവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പ്രാർത്ഥിക്കുന്ന, ദൈവമേ, ദൈവകൽപ്പന ലംഘിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. ദൈവകൽപ്പന ലംഘിക്കാൻ ഞങ്ങളെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും പറയുന്ന, കർത്താവേ, ദൈവകൽപ്പന ഞാൻ ലംഘിക്കുന്നുണ്ട്, അത് കാണരുത്. കാരണം എന്താ, കണ്ട ഗൗരവം കർത്താവിൻ്റെ ഇത് വന്നാൽ ഇത്. അതുകൊണ്ട് ദൈവകൽപ്പന ലംഘിക്കാനുള്ളതല്ല. 132 സങ്കീർത്തനം 12 തിരുവചനത്തിൽ ഇപ്രകാരമാണ്, അല്ലേ, എന്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും. അവരുടെ മക്കൾ എന്നേക്കും സിംഹാസനത്തിൽ. ഈ കുടുംബം പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന പല കാര്യമല്ല, പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയ കുടുംബത്തിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താ, നമ്മൾ അഭിഷേകത്തിലല്ല, നമ്മൾ കൃപയിലല്ല, നമ്മൾ ശക്തിയിലല്ല. അപ്പോൾ നമ്മൾ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടിയാണോ ആദ്യം വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ജീവിത പങ്കാളിയാണോ? അതേ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? മാതാപിതാക്കന്മാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയാണോ? അതേ വൈദികർക്ക് വേണ്ടിയാണോ? ആദ്യം പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കർത്താവേ, എന്നെ നീ ഒരു വിശുദ്ധനാക്കി മാറ്റണമേ, എന്നെ നീ വിശുദ്ധിയാക്കി മാറ്റണം.